പ്രസിഡന്റ് വിളിക്കുന്ന എന്റെ ദൈവമേ. ഹലോ പ്രസിഡന്റേ, 9 മണിക്കല്ലേ? ഞാൻ വരും. ഞാനല്ലേ സെക്രട്ടറി, ഞാൻ വന്നിട്ട് ആ പ്രമേയം അങ്ങ് പാസ്സാക്കിയേക്കാം നമുക്ക്. ഞാൻ വരാനേ ഇറങ്ങിയപ്പോഴാണ് ഓഫീസിൽ നിന്ന് വിളിച്ചതേ. അപ്പോൾ അത്യാവശ്യമായിട്ട് നീക്കേണ്ട 2 ഫയലുണ്ടായിരുന്നു, അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഈ മാലിന്യം തുടച്ച് തൂത്ത് മാറ്റുന്ന ഒരു ഫയലായിരുന്നേ, അതിനകത്ത് ഞാൻ ഒപ്പിട്ടോണ്ടിരിക്കുക. വന്നേക്കാം കേട്ടോ. ഓക്കെ ഞാൻ എത്തിയേക്കാം. അയ്യോ ഹൃദയേട്ടോ, എന്താ മോളെ? അതവിടെ ഇട്ടേരാ, ഞാൻ തൂത്തോളാന്ന്. മോളെ നീ അല്ലേ എന്നും തൂക്കുന്നത്, ഇന്ന് ഞാൻ അങ്ങ് തൂക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ചൂല് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ നിന്റെ കൈ? വേണ്ട, ഞാൻ തൂത്തോളാം. അതല്ല, എന്നാലും ചുമ്മാ അത് അവിടെ ഇട്ട് നാട്ടുകാർ കണ്ട എന്തോ പറയാ, നാണക്കേടാ ചേട്ടാ. നാട്ടുകാരാന്നോടി എനിക്ക് നിനക്ക് ചെലവിന് വരുന്നത്? നിനക്ക് കൈ പിടിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നാട്ടുകാർക്ക് അറിയത്തില്ല. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം സമാധാനം, കേട്ടോ? നാട്ടുകാർ എന്തോടാ ഉത്തരവാടാ? നീ ഒരു സാരി ഉടുക്കടാ, എന്നിട്ട് ഹൃദയകുമാർ എന്നുള്ള നിന്റെ പേര് മാറ്റിട്ട് ഹൃദയകുമാരി നാക്കടാ. പെണ്ണുമ്പിള്ളയുടെ അടിമേ. പോടാ, വിശക്കുമ്പോ മാത്രം വീട്ടിൽ കയറുന്നോനെ. പോടാ, നീ നിന്റെ പണി നോക്കണം കേട്ടോ. എന്റെ വീട്ടിലെ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ വീട്ടിലെ പണി ചെയ്ത് എന്താ കുഴപ്പമില്ല ചേച്ചി? ചെയ്തില്ല, എല്ലാവരും ചെയ്തില്ലേ വീട്ടില്? അതങ്ങനെ ഇന്ന് നമുക്ക് ചൂല് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഞാൻ തുണി അലക്കും, പാത്രം കഴുകും, ചോറും കറി എല്ലാം വെക്കും, തൂത്ത് ഉടയ്ക്കുകയും ചെയ്യും. ഇവിടെ പലരും ഒരേ കെട്ടി വന്നിരിപ്പുണ്ട്. വീട്ടിലോട്ട് ചെല്ലണം ആ ദിവസങ്ങളിൽ. വിറക് കീറുന്നതും വെള്ളം കോരുന്നതും റേഷൻ കടയിൽ പോകുന്നതും ഒക്കെ കാണാം. ചിലരാണെങ്കിൽ കറിക്കരിയുന്നത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് റീലാക്കും. ഇന്ന് വന്നില്ല പുള്ളി. ബഹളം വെക്കുന്നത് ഈ അപ്പുറത്തെ ഉത്രാടനില്ലേ, അവൻ ചുമ്മാ ചൊറിയുവാന്നേ. അവന്റെ ആവശ്യമില്ലാത്ത സമയത്തെ കോമഡി. അവനെന്തോ സഹകരണ ബാങ്കിലെ കലണ്ടറാന്നോടി. സർവ്വസമയം അവന്റെ ജെല്ലെ തൂങ്ങിക്കിടന്ന് ഇങ്ങോട്ട് നോക്കുന്ന കാണാം. ഈ പാത്രം ഇത് എന്തോ പാത്രത്തിൽ തൊടരുത്. കൈ നോക്ക്, കൈ പാത്രം പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ആവശ്യമില്ലാതെ ഉണ്ടാക്കരുത് പണിയൊന്നും. ഇങ്ങോട്ട് വാ. കൈ എത്ര നേരം കൊണ്ട് അകത്തിരിക്കുക? ഇവിടെ വന്നാ കൈ ഇച്ചിരി കാറ്റ് കൊള്ളിക്കുക, പെട്ടെന്ന് ഉണങ്ങട്ടത്. ഉണങ്ങിയില്ല മോളെ ഇത്? ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ നനച്ചു കൊടുക്കണം. 2 ദിവസമെങ്കിലും വേണം ഇതൊന്ന് സെറ്റ് ആവാൻ. ഇത് മൈലാഞ്ചിയാണോ അതോ കോൺക്രീറ്റ് ചെയ്തേക്കോണ്? എന്തുവാടി ഇതിങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണമായിരുന്നു. തലയൂരി പോകുമേ. ഇതല്ല, നമ്മള് ശോഭന മാമിയുടെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ കൊച്ചിന്റെ കൈ ഇട്ടേക്കുന്ന മൈലാഞ്ചി ഇങ്ങനെ കുരു എന്ത് രസമായിരുന്നു. ഇവിടെ വരെ ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ കൈയുടെ മൈലാഞ്ചിയുടെ കാര്യം ഓർമ്മിക്കില്ലേ? ദക്ഷിണ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയെന്ന്. പെരുമ്പാൻ പെരവിഴുങ്ങാൻ വരുന്ന പോലെ എന്തോ ഡിസൈൻ അടിയാ വരച്ചു വെച്ചേക്കുന്നത്. ആ ഭാഷണൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കരയോത്തിന് പോകണം എനിക്ക്. ഞാൻ പറഞ്ഞതാ തൂക്കണ്ടെന്ന്. എന്തുവാ കുഴപ്പം? വേണ്ട കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട അത് കൊണ്ട് വെക്ക ചൂല്. അതുകൊണ്ട് കണ്ടോ അതെ, ഈ വേണ്ടാന്ന് പറഞ്ഞാ അത് അതുകൊണ്ട് തന്നെ അതുകൂടെ വേണ്ട കൊണ്ട് വെക്ക ചുമ്മാ ചൂല്. വേണ്ട. ഓ വേണ്ട, ഈ മേശയുടെ അടിയൊക്കെ കണ്ടോ, ചെരുപ്പിന്റെ അടി പോലെ മണ്ണ. ഞാൻ പറഞ്ഞതാ വേണ്ട, അത് എങ്ങനെ കേക്കത്തില്ല. നിർബന്ധം എന്ന് പറഞ്ഞാ നിർബന്ധം. ഓ സോറി മോളെ, നിനക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ഓർത്തില്ല കേട്ടോ. അല്ല ഞാൻ കുഴപ്പമില്ല, ഞാൻ കഴിക്കും. വേണ്ട, ഞാൻ വാരി തരൂ. അവിടെ ഇരിക്കടി. സത്യം പറയാൻ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചേട്ടൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്യും. ഭർത്താക്കന്മാരെ കൊണ്ട് ഈസി ആയിട്ട് ജോലി ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇത്. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, സത്യമായിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടല്ല. ഹൃദയത്തിന് എനിക്ക് കിട്ടിയത് എന്തോ ഭാഗ്യമാണെന്നറിയാമോ? നിങ്ങൾക്ക് വേറെ ഭാഗ്യമുണ്ടോ? ജോലിയൊക്കെ ചെയ്യോ? വയ്യ. സത്യം പറഞ്ഞാലേ ഇത് കഴിച്ചിട്ട് നീ ചോദിക്കും എങ്ങനാ ഇത് ഉണ്ടാക്കിയത്. ഞാൻ കൂട്ട് പറഞ്ഞു തരത്തില്ല കേട്ടോ. ഇതും കൂടെ എടുക്കാം. ഫാദറിനാട്ടെ. അയ്യോ, എന്റെ ഭാര്യ മഞ്ജുള കാണാനില്ല. വായുടെ പുറകിലുണ്ടായിരുന്നില്ലേ? നെറുകനത്ത് കയറാൻ നോക്കണം. പറഞ്ഞു നിറയെ കെട്ടി. ഞാൻ കുപ്പി തുറക്കുന്ന ഒരു ഇത് ഓർത്തു പോയി പെട്ടെന്ന്. കൈ കഴുകിയായിരുന്നോ? അതെന്തോ ഒരു പാറ. ഞാൻ കഴുകുമോ?
കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. ആ അടി തരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഇഷ്ടമല്ല. ഉത്രാടം വന്നിട്ടുണ്ട്. അസ്ഥാന കൗണ്ടറുകാരൻ അതിൻ്റെ ഉണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ഇച്ചിരി മാറ്റി വെച്ചാൽ കൊതിക്ക് വരും. എന്താടാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞടാ. ആരെ കൊടുക്കാന്ന്? വാരി കൊടുക്കണം. കൈ എന്താ പറ്റി? പനിയാന്നോ? അല്ലല്ല. കാണാൻ വരുമായിരുന്നു. ഹെന്ന. ഹെന്ന. എന്താടാ മൈലാഞ്ചി. എന്താടാ എടാ മൈലാഞ്ചി ഇട്ടേക്ക് വന്നു. എന്നോടെ കാണാം എന്റെ ഭാര്യ മിനി പറയാന്നെങ്കിൽ കേട്ടല്ലോ. ആ. അവിടെ മോന്ത ഞാൻ അടിക്കാൻ പറയും. നിനക്കതേ പറഞ്ഞത്. നിനക്ക് സ്നേഹമൊന്നും ഇല്ലല്ലോ. ഭാര്യമാരെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കണോടാ. വെള്ളപ്പൊക്കം വരാൻ തുടങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. അതിനോടാ ഭയങ്കര മഴയാന്നു. അല്ല ഒലിക്കുന്നു. ഒന്നുമില്ല. നിനക്കത് അറിയത്തില്ല. സ്നേഹത്തിന്റെ വില നിനക്ക് അറിയത്തില്ലടാ. ഭാര്യയെ സ്നേഹിക്കണം. നീ സ്നേഹിക്കോ ഭാര്യയെ? കല്യാണം കഴിഞ്ഞിട്ട് 2ാം ദിവസം ഞാനത് കളഞ്ഞു. എല്ലപ്പോഴും അടുക്കള വെച്ച് കണ്ടാലായി സംസാരിച്ചാലേ അത്രേ ഉള്ളത്. അപ്പൊ ഇനി എന്തേ എവിടെ കാണും. ഞാൻ രാവിലെ 2 കിലോ ഇറച്ചിയും 1 കിലോ കപ്പയും മാച്ച് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. വേണേ ഉണ്ടാക്കും. ഇറച്ചി കുടിച്ചോ? ഇറച്ചി വാങ്ങിച്ചു. ഞങ്ങൾ ഇറച്ചി വാങ്ങിച്ചു. നിങ്ങൾ ഇറച്ചി വാങ്ങിച്ചോ? ഇല്ല. ഇപ്പൊ പറയണ്ടായിരുന്നു. ഞങ്ങൾ അടിയനൊക്കെ വരുന്നുണ്ടേ. തികയത്തില്ല. ഇനി എന്തിനാ പറഞ്ഞേ? മിനി അവിടെ ഉണ്ട്. മിനി എന്തിനാ തിരക്കുന്നത്? എനിക്ക് അവിടെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ. മതിടാ. എന്ത് ഇപ്പടാ ചുമ്മാ എന്റെ ഈ പരിപാടി. ഞാൻ എടുത്തോളാം. അങ്ങനെ പിടിച്ചോണ്ട് ഇവിടെ ഒന്നും പറ്റിയില്ല. വെളുപ്പിനെ 3 മണി മുതലേ 9 മണി വരെ ഇരുന്ന് കുത്തിയിരുന്ന് വച്ച സാധനമാണ്. നേരം ഞാനത് നോക്കി. അല്ല എന്തൊരു മണ്ടി അടിതി. സമയമായി കരയോഗത്തിനും പോവാം. ചിരിക്കോ ചിരിക്കോ ചിരിക്കോ. മൈലാഞ്ചി ആർത്തുകാരാ ചെറുക്കാരൻ നോക്കി ഒരു ഒറ്റ ഓട്ടം കൊണ്ട് വെച്ച് കൊടുക്കടാ. എന്റെ നേരത്തെ വെച്ചാൽ നീ വീട്ടിൽ ചെയ്യും ഇങ്ങനെ. ഞാൻ പൊട്ടിക്കും ഞാൻ. അഞ്ജുഷേ ഇവരിപ്പോ വിചാരിച്ച് ഞാൻ നിന്നെ അടിക്കും. അത് കണ്ട് സന്തോഷിക്കാൻ നിന്ന അവിടെ. അതിന്റെ പണി കണ്ട നോക്ക്. ഇതേ വേറൊരു ഷർട്ട് ഇട്ടാ തീരാന്ന് വിഷയം. അതാ നല്ല നിനക്ക്. കോമഡി അത് കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. ചുമ്മാ അവൻ പോട്ടടി. ചുമ്മാ അവന്റെ കോമഡി. അതെ കണക്കൊക്കെ നല്ലതായിട്ടില്ല എഴുതിയിരിക്കുന്നേ. സന്തോഷം കപ്പ നട്ട് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഈ വാസുക്കുട്ടൻ എന്നും പോയിട്ട് ഈ കപ്പ മാന്തി എടുക്കും. രാത്രി കുറച്ച് മാന്തി എടുത്തിട്ട് മണ്ണ് വാരിയിടും. പിറ്റേ ദിവസം ഈ സന്തോഷിനെ കാണുമ്പോ ഈ വാസുക്കുട്ടൻ എന്തോ പറഞ്ഞെന്നറിയോ? സന്തോഷം സൂക്ഷിക്കണം, നിന്റെ കപ്പയ്ക്കകത്ത് പന്നി കയറുന്നുണ്ടെന്ന്. അപ്പൊ സന്തോഷം ഒരൊറ്റ അടിയും കൊടുത്തിട്ട് ഒരു വാക്കും പറഞ്ഞു. എന്തുവാ? ഏത് പന്നിയാടാ കപ്പ വാക്കത്തേക്ക് വെട്ടിയെടുത്തിട്ട് പോന്നേന്ന്. മനസ്സിലായില്ലയോ? വാസുകുട്ടൻ ചേട്ടനെ സന്തോഷിനോട് പറഞ്ഞില്ലയോ കപ്പ എലി എടുത്തോണ്ട് പോന്നെന്ന്? ഏത് വാക്കത്തി കൊണ്ടാ എലി വെട്ടിക്കൊണ്ട് പോന്നെന്ന് എലി കത്തി ഉപയോഗിക്കുമോ? അയാളെ കട്ടെടുത്തെന്ന്. അതാണ് സംഭവം. ഇപ്പോഴല്ലേ മനസ്സിലായേ? അല്ലേലും ഹൃദയകുമാറായിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പതുക്കേ കത്തത്തുള്ളൂ. പതുക്കെ കത്താൻ ഞാൻ പെട്രോൾ മാക്സ് ആണോ? വര ഉത്രാടൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയ കോമഡിയുടെ അത്രയും പോരാ. ഉത്രാടൻ എഫക്ട്. അയ്യോ ചിങ്ങമാസമാ വരുന്നേ. ചെലവൊക്കെ എന്താ? ചിങ്ങമാസം വന്നാൽ ഞാൻ എന്തോ വന്നു ചേരണോ? ഇനി പറയല്ലേ. ഇനി ഇന്നോട് ചെറുക്കൻ എന്തായാലും കേട്ടാ കൂക്ക് വിളിക്കും. പിന്നെ നമ്മുടെ കാഞ്ഞിരമറ്റത്തെ സുമതിയമ്മ ഇല്ലേ, 22-ാം തീയതി അവരുടെ കേറി താമസമാ. നമുക്ക് പോണം. നമ്മളാണ് അവരെ എടുത്തു കയറ്റുന്നത്. ഉത്രാടന്റെ എഫക്റ്റ് ഇവിടെ അലയടിക്കുക. അത് വിട. പിന്നെ നമ്മുടെ കല്യാണത്തിന് അവര് നല്ല തുക തന്നതാണ്. ശരിയാ. അപ്പൊ അമ്മായിക്ക് കനത്ത എന്തെങ്കിലും കൊടുക്കണം. ഉപയോഗിക്കാത്തൊരാട്ടുകല്ലിരിപ്പില്ലയോ? അത് പൊക്കിക്കൊണ്ട് കൊടുക്ക. കാര്യം ഹൃദയേട്ടാ എന്റെ വീട്ടിൽ വരെ ഒന്ന് പോണം. നിന്റെ വീട്ടിൽ പണ്ടൊന്നും വന്നതിന്റെ ഞാനിന്ന് അനുഭവിക്കുന്നത്. ചുമ്മാ പറഞ്ഞു.
അതല്ലെന്ന് എന്റെ അച്ഛനൊരു വിശേഷമുണ്ട്. ഓ നിന്റെ അച്ഛനെ ബഹുവിശേഷോ? അതല്ല പിന്നെ എന്റെ അച്ഛനെ 70 കാലെടുത്ത് വെക്കുക. എന്റെ ദൈവമേ, ആ പൂജ്യത്തിന്റെ ഇടയിൽ കൊണ്ട് കാലിട്ട് എനിക്ക് വയ്യൊന്ന് വലിച്ചൂല. 70 കാല് കുത്തി കയറ്റുവാന്നല്ല പറഞ്ഞത്. പിന്നെ അച്ഛനെ നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. അച്ഛൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഉടുപ്പ് മേടിച്ചു കൊടുക്കണം. എന്തിന്? എന്തോ ഇല്ലാന്ന് പോടുന്നു. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഒന്ന് വരുന്ന അച്ഛന്റെ സപ്തതി വിൽക്കാൻ പറ്റിക്കോണം. അതല്ല പിന്നെന്തുവാ? അച്ഛൻ പണ്ട് അറിയാലോ, അച്ഛൻ ഈ കൊണ്ടു കിടന്നൊക്കെ വസ്ത്രം കച്ചവടം ചെയ്തിട്ടുള്ള ആളാ. സംഭവം ഇവിടെ അച്ഛൻ ഭയങ്കര വസ്ത്രവ്യാപാരിയായിരുന്നേ. ഈ വീടുകൾ തോറും വസ്ത്രം കൊണ്ട് കിടന്ന് വിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പുള്ളി ബൾക്കായിട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. ബൾക്കല്ല ബൾക്ക്. അങ്ങനെ എടുത്തോണ്ട് വരുമായിരുന്നു. അപ്പൊ ഒരു ദിവസം നമ്മുടെ തിരുമേനി, ഈ കോലത്തെ തിരുമേനിയുടെ വീട്ടിൽ ചെന്ന് തുണി വിൽക്കാനായിട്ട്. അപ്പൊ അതിന്റെ പിറ്റേന്ന് തിരുമേനിയുടെ മോടെ ഈ നൂലുകെട്ട് ചടങ്ങ് നടക്കുക, കൊച്ചുമോടെ. അപ്പൊ പറഞ്ഞു, രാമ നാളെ നീ ഇല്ലത്ത് രാവിലെ ഇനി വരണം, തുണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. തുണിക്കച്ചവടക്കാരനല്ലേ. പിറ്റേന്ന് നേരം വെളുത്തപ്പം ഇല്ലത്തിന്റെ ഗേറ്റ് തുറന്നപ്പോ നിൽക്കുക ഒരു മുഴുവൻ കാളാ. ഈ വിൽക്കാൻ തുണിയൊന്നും വേണ്ടതാ തിരുമേനി പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മകരമാസത്തെ കൊടും മഞ്ഞിൽ ഈ തണുപ്പത്ത് നൂൽബന്ധമില്ലാതെ എങ്ങനെ നടന്നു വന്നു അവിടെ? എന്നെ വിളിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ദേഹം മൊത്തം ഇടിച്ചക്ക പോലെ ഇരിക്കുന്നു. തണുപ്പടിച്ചിട്ട് കുളിരി കോരി. നമുക്ക് എന്തായാലും എന്നായിരുന്നു ഡേറ്റ്? തെങ്ങി കെട്ടിയിട്ടടിച്ച പോലൊന്നും വരത്തില്ലല്ലോ. തെങ്ങിലേ കെട്ടിയിട്ടടിച്ച പോലൊന്നും വരത്തില്ലല്ലോ. കെട്ടിയിട്ടാര്? എടാ അച്ഛനെ. നിന്നോട് ആര് പറഞ്ഞു? ആരാ ഇനി പറയാനുള്ളത്? ആരാ ഇനി പറയാനുള്ളത്? മോട്ടിച്ചതിന്. അത് അച്ഛൻ പഠിക്കുന്ന സമയത്ത് സംഭവിച്ചോ? മോഷണം പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ ജോർജ് സാറിന്റെ മാവിൽ ഒരു മാങ്ങാൻ പൊട്ടിച്ചതാ. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും. എന്താ മോട്ടിച്ചാലും മോഷണം. അത് വിടെ മഞ്ജുളേ. എന്തുവാ? അച്ഛന്റെ കാര്യമൊക്കെ വിട്. അപ്പൊ എന്റെ അച്ഛനെ പറഞ്ഞതോ? തമാശ പറഞ്ഞ ആ രീതിയിൽ എടുക്കണം. തമാശയാന്ന് എനിക്കൂടെ തോന്നണം, അല്ലെങ്കിൽ പറയാൻ പോരുത്. അറിയാത്ത ഒരു തമാശ പറഞ്ഞാലേ ഇങ്ങനെ ഇരിക്കും. മഞ്ജുളന്റെ തമാശ നിനക്ക് പെട്ടെന്ന് പിടിക്കുമല്ലോ. ഞാൻ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവാത്ത? മഞ്ജുള ഞാനല്ലയോ ഇതുപോലും പറയാൻ അറിയത്തില്ല. പിന്നെ എങ്ങനെയാ സ്വന്തം ഭാര്യയുടെ പേര്? ആ പോകന്റെ പേര് തോടി. ആ ഉത്രാടൻ എന്നാ അവിടെ തന്നെ പൂരിട്ടാതി നല്ല ഇടാൻ പറ അവരോട്. പറയണ്ട, അവർ അച്ഛനോട് അമ്മയോട് പറയണം. എന്താ? അല്ല പിന്നെ അച്ഛനെ വെച്ചാണോ തമാശ പറയുന്നത്? അച്ഛനെ വെച്ച് തമാശ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കണോടി. എന്താ മനസ്സിലാക്കാനാ? എന്റെ അച്ഛനെ പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എത്ര തമാശയായാലും എന്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് നോവും. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊണ്ടല്ലോ. അയ്യാണ് അല്ലെങ്കിൽ ഭാര്യമാരുടെ വീട്ടുകാരെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര കൂടെ ചിരിക്കാൻ കുറെ ആൾക്കാർ. കള്ളക്കണക്ക് നിന്റെ അപ്പൂപ്പനടി കള്ളക്കണക്ക്. എന്റെ അപ്പൂപ്പനെ എഴുത്തും വായന അറിയത്തില്ലായിരുന്നു. എന്തോ വെള്ളം വെള്ളം ഇട്ടിട്ട് ഇറങ്ങിയേക്കോ? മനസ്സ് ചൂത്താണോ? ആദ്യം എഴുത്തും വായന എങ്ങനെ അറിയാം? രാസം വെള്ളം കൊടുത്ത് പഠിച്ചപ്പോ ഓല കൊടുത്ത് എഴുതാൻ അതിന്റെ ഈർക്കെടുത്ത് നാക്ക് പഠിച്ചോണ്ടേ നിന്റെ അപ്പൂപ്പൻ. ഞാനത് കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറയാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു റിപ്പീറ്റ് പ്ലീസ്? കൊള്ളാം. എനിക്കറിയാത്ത കാര്യം പറഞ്ഞ എന്റെ നാക്ക് മുട്ടിക്കാൻ. അപ്പൊ പറഞ്ഞല്ലോ അറിയത്തില്ലെന്ന്. അയ്യോ ഒന്നും ഒരു കാര്യം കൂടെ അറിയത്തില്ലെന്ന് എല്ലാം അറിയാന്നുള്ള ഭാവ. അല്ലേ അവനവന്റെ വീട്ടിൽ എന്തോ നടക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക. പുല്ലിന്റെ ഡിസ്പ്ലേ പോയി എടുത്ത് ഇറങ്ങി ആലോചിക്കണമായിരുന്നു. അതിന് ആലോചിച്ചറിയാനായിട്ട് ഞാൻ ഇത് സ്ക്രിപ്റ്റ് എഴുതി അറിയാൻ മടിയെന്നാ. മേലാൽ ഈ വീട്ടിൽ കോമഡി പോയിട്ട് കോന്ന് പോലും പറഞ്ഞേക്കില്ല. അച്ഛൻ കാണിക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും. ഈ കാണിക്കുന്ന എന്തോ പിന്നെ പറയുന്നതിനാ കുഴപ്പം. എന്റെ മയിൽപ്പീലിക്ക് എന്തോലും പറ്റിയായിരുന്നില്ല. ഇടയ്ക്ക് അങ്ങാരും വിളിക്കാൻ കണ്ട സമയം പ്രസിഡന്റ് രാജി വെച്ചിട്ട് വേറെ ആളെ പഠിക്കും പോണോ താൻ? സംഭവം പറയാം. ഞങ്ങളുടെ വീട്ടിൽ നടന്ന മഞ്ജുളെ ഞങ്ങളുടെ അമ്മായിച്ചിട്ടില്ലയോ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ച അച്ഛാ പണിക്ക് പോകുന്നില്ലയെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറയാ നോക്കണം. അന്നേരം ഞാൻ പറഞ്ഞ കോമഡി എന്ന് പറയോ, ഇങ്ങനെ നോക്കിയിരുന്നാ പോരാ പണിക്ക് പോകണമെന്ന്. അത് കേട്ടിട്ട് അമ്മായിമ്മ എന്നോട് പറയാ, മോൻ എപ്പോഴും അങ്ങ് കോമഡി പറയാ, വലിയ കോമഡി കാണിക്കാൻ ഷോയ്ക്ക് വനക്കെട്ടത്. നമുക്ക് പോവാം. വേറെ സംഭവം ഇതല്ല, ഞങ്ങളുടെ അമ്മായിച്ചൻ അന്ന് പുക വിടും എന്ന് പറയുന്നത് ഓട്ട് ഫാക്ടറി ഒന്നുമല്ല, അത് നമുക്ക് കയറ്റേനത്തി. അങ്ങനെ പുക വിടുന്ന കാര്യം പറയുമ്പോൾ അമ്മായിമ്മ പറഞ്ഞു, മേലെ ഇനി പുക വലിക്കല്ലേ, നിങ്ങൾ ചുമയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യും, നല്ല ചൂട് ചേമ്പ് പുഴുങ്ങിക്കൊണ്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. അതവിടെ കൊണ്ടുവച്ചു. ഞാൻ അമ്മായിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ തണുത്ത ചേമ്പാ തിന്നോളാൻ പറഞ്ഞു. അമ്മായിച്ചൻ എന്ന ആക്രാന്തം മൂത്തിട്ട് ഈ ചൂട് ചേമ്പെടുത്ത് വിഴുങ്ങി വായക്കട മുകളിലോട്ട് പുക പോവാ. അയ്യോ എൻ്റെ ഞങ്ങളുടെ അമ്മായിമ്മ പറയാ, ഇതാ സിറ്റുവേഷൻ. മഞ്ജുളക്ക് കത്തി ഞങ്ങളുടെ രാഘവന്മാരില്ലേ,
അയ്യേ ശരിക്കും രാഘവനമ്മാവനെ ആ എന്നോട് പറയാ കൊച്ചി വരെ കൊണ്ടുപോകണമെന്ന്. ആ ആ ആ, ആ. എന്തത്തിനാന്ന് ഞാൻ ചോദിച്ചു പറയാ മേളിൽ കിടപ്പാന്ന മുറിയട്ട വണ്ടിയെ കയറണമെന്ന്. മുറിയട്ടെ അതെന്തോടാ? മെട്രോ മെട്രോ. കൊള്ളാം. നിങ്ങളുടെ നാരായണിയപ്പച്ചി എന്തിയേ? നിങ്ങളുടെ നാരായണിയപ്പച്ചി വന്നായിരുന്നു. സ്ഥലത്തെ പറ്റിയിട്ട് പറയാം. ഞാൻ വയറ്റിലെന്ന് പാലാരി വട്ടം വരെ കൊണ്ടുപോയി മെട്രോയിൽ. അതിന്റെ ഇടയ്ക്ക് വെച്ച് ടിക്കറ്റ് ഈ പുള്ളി കളഞ്ഞടാ കേട്ടോ. ഞാൻ ചെന്ന് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങി. ഈ അമ്മ ടിക്കറ്റ് ഇല്ലാത്ത കാരണം ആരാണ്ട് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്ത് ചാടി ഇറങ്ങി അടിമില്ലാത്ത കിടക്കുന്ന പോലെ ഈ സാധനത്തിന് കുത്തി കിടക്കുവോ. നാരായണിയപ്പച്ചി വൺ സൈഡ് പിക്കപ്പോ വൺസൈഡ് പിക്കപ്പോ നാരായണപ്പിച്ച വൺ സൈഡ് പിക്കപ്പ് എന്നാ വിളിക്കുന്നത്. അതെന്തോ? ഞങ്ങളുടെ വീട്ടിലോട്ട് ഇച്ചിട്ട് വരും. തിരിച്ചു പോകുമ്പോ മടിക്കകത്ത് മൊത്തം ഒരു പിക്കപ്പിനകത്ത് സാധനം വെച്ചോണ്ടാ പോകുന്നത്. ഞങ്ങളുടെ അലമാരി കഴിഞ്ഞിടയ്ക്ക് മടിക്കകത്ത് വെച്ചിട്ട് പോയി മുടിച്ച കോമഡി. ഈ ഇടയ്ക്ക് എന്താണ് ഓപ്പറേഷൻ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതോ? ഇടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു. എന്തോ ഇവിടെ മഴയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോ ഒരു അടയ്ക്ക മടിയിലാ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ. മറ്റേ എന്ത് കോമഡി ആയി ഞങ്ങളുടെ അവിടെ കണ്ടന്റിന്റെ ഭയങ്കര കൂത്തോട്ടമാണ് ഞങ്ങളുടെ വീട്ടില്. ചിരിച്ചു കൊടുക്കും നല്ലതാന്ന് വിചാരിച്ചാൽ അവൻ വേറെ എവിടെ ചെന്ന് പറയും കീത്താടിക്കിട്ട് തട്ടും കിട്ടും. എന്താ എന്തോ നീ പോടാ. എന്താ സംഭവം? എടാ പോടാ ഉത്രാടാ. ചുമ്മാ മനുഷ്യനെ തലക്ക് ആഹാ എന്റെ കൂടെ വീട് കൂടെ വീട്. ഉത്രാടം ചേട്ടൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നോ? പുള്ളി എന്നെ വാരി തരുമല്ലായിരുന്നോ നിങ്ങളെ കാണിക്കാന്? ഞായറാഴ്ച ആകുമ്പോൾ ഒരു പ്രഹസനം ഉണ്ടത്. ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ എന്റെ അച്ഛനെ പറ്റി ഇയാൾ കുറ്റം പറഞ്ഞു. എന്ത് പറയാ വലിയ തമാശയാന്ന്. ഞാൻ കേട്ടോണ്ട് നിൽക്കണോ? ഉത്രാട അതൊന്നും അല്ലടാ വിഷയം. ഞാൻ ഇവിടെ അടിപൊളി കെ ആർ ഗവിജയമ്മ അടിപൊളി. എന്താണ് ഭാര്യ പറയാ തമാശ പറഞ്ഞ അവള് ചിരിക്കുന്നില്ല. അത്രേ ഉള്ളൂ വിഷയം. എങ്ങനെ ചിരിക്കും ഉത്രാടേട്ടാ? എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ എനിക്കത് തമാശയായിട്ട് തോന്നുവോ ഇല്ലയോ? അപ്പൊ ഞാൻ തിരിച്ചും പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം. അതാണോ? അത്രേ ഉള്ളൂ. സംശയമൊന്നുമല്ലല്ലോ. അല്ല ഒന്നുമില്ല. അടിപൊളി കണ്ടന്റ് എതിർത്ത് ചെയ്യാം. സംഭവം എവിടെ ചെയ്യാം? നമുക്ക് കോമഡി ഷോയ്ക്ക് പോയി ചെയ്യാം. എന്തിന്? പൈസ ഉണ്ടോ കിട്ടൂല. എന്റെ വീട്ടിലെ വിഷയം കൊണ്ട് നിനക്ക് കോമഡി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം. വേണ്ട. ചിരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. പണ്ടേ ഈ നാട്ടിലൊരു സ്ത്രീയെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവായിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ തൊഴിലുറപ്പുകാരോട് പറഞ്ഞു ഇന്ന് പണിക്ക് വരുന്നില്ലെന്ന്. പക്ഷെ അന്ന് ആ സ്ത്രീ അവിടെ പണിക്ക് പോയി. സംഭവം എന്തുവാ? ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീയുടെ നൈറ്റ് ഇട്ട് മീശയൊക്കെ വടിച്ചിട്ട് പെണ്ണുങ്ങളുടെ പോയി മെഴുകി. അച്ഛൻ നീ പറഞ്ഞു കൊടുക്കൂടാ. ഒന്നാമത്തെ ഒരു മോഷണ കേസ് കഴിഞ്ഞതേ ഉള്ളൂ. നീ മതി. അടിക്കല്ലേ. എന്റെ ചവിട്ടി സ്റ്റാർട്ട് ആക്കുമെന്നോടാ കിടക്കൻ സാധനം. എന്ത് ഞാൻ പതിച്ച് ഭയങ്കര കോമഡി. എന്തോ കാണിക്കുന്നു. ഈ ആക്ഷൻ കോമഡി എങ്ങനെയുണ്ട് ആക്ഷൻ കോമഡി? അവൻ അസ്ഥാനത്ത് കോമഡി ഉണ്ടാക്കാൻ അണ്ണാ എന്തുവാടി? ഇറച്ചിക്കറി റെഡിയായി കഴിക്കാമോ? നിന്റെ അച്ഛനല്ലേ പല്ലേ കുത്താൻ സുഖം അങ്ങാറ് കൊടുക്കും ആദ്യം. ഉമ്മാതിരി കോമഡി അടിച്ചോണ്ട് വീട്ടിൽ കയറി വാ. ഇറച്ചിക്കറി കോരി ഞാൻ കണ്ണിൽ ഒഴിച്ചാരാട്ടാ. വാ അങ്ങോട്ട്. അപ്പൊ അതവിടെ ചിറ്റി. ഇരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. എന്തുകൂടെ? രണ്ട് ദോശ തരാമോ? പൊളിച്ചതായി സാരമില്ല. ഇവന്റെ കോമഡി അത്രയും പൊളിച്ചല്ലോ. കൊടുക്ക് തിന്നട്ടെ. താടി